സ്തോത്രം പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിൽ അരിപ്പാൻ കർത്താവ് ഇടയാക്കാനായിട്ട് നന്ദി പറയാം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പ്രശ്നമായ ദൈവമേശ്വര പിതാവേ, നിൻ്റെ സന്നിൽ അരിപ്പാൻ കുപ്പയ്ക്കായിട്ട് ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നീ തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും പൂർണ്ണമായിട്ടും നിൻ്റെ സന്നിൽ കർത്താവേ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും എല്ലാം കർത്താവേ നിനക്ക് സ്വീകാര്യമായിരിക്കാൻ തക്കണം കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിൻ്റെ സന്നിൽ സമർപ്പിക്കുന്നു. യേശു എന്നാൽ തന്നെ ആമേൻ. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിൽ അരിപ്പാൻ കർത്താവ് ഇടയാക്കാനായിട്ട് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ദൈവം ഈ കേട്ട വചനങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയും നമ്മൾ കഴിഞ്ഞ മാസം എന്ന് പറയാം. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയും അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ വിശദമായിട്ട് തന്നെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടു കൊടുക്കുന്നതിനെ പറ്റിയും നമ്മൾ എത്രമാത്രം കർത്താവിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അളവില്ലാതെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെയും ഇത് കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മളിലൊരു എന്താ പറയണ്ടേ, ഒരു വളർച്ച അല്ലെങ്കിൽ സഭയിൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു കേൾക്കുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്ര പേര് അതിനോട് പ്രതികരിക്കുന്നവരാണെന്നുള്ളൊരു കാര്യം, അത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടൊരു കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വചനം സംസാരിച്ച ശേഷം ഞാൻ തന്നെ പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇത്രയെല്ലാം കേട്ടതിന് ശേഷവും നമ്മളെല്ലാവരും എന്താ പറയണ്ടേ, ഒരു മൗനമായിട്ടിരിക്കുന്ന ഒരവസ്ഥ. കാരണം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണ് അത് നമുക്ക്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആ വചനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പം മുമ്പോട്ട് കടന്നു വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സഭയിൽ ഈ കേൾക്കുന്ന വചനങ്ങളോട് നമുക്ക് ഒരു പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പം ഞാൻ അതിനെപ്പറ്റി ഇരുന്ന് ചിന്തിക്കായിരുന്നു. ഞാനും ഒരു സമയത്ത് ഇതിങ്ങനെയൊക്കെ ഇരുന്ന സമയങ്ങളുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഒരു കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ട് മാത്രം ഇരിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തൊരു വളർച്ച കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് സഭയായിട്ട് നമുക്ക് ആ വളർച്ചയിലോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പം ഒത്തിരി വചനങ്ങൾ തന്നെ അതിനുശേഷം ഞാനിന്ന് വായിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. കാരണം എന്തുകൊണ്ടാണ് എൻ്റെയും ജീവിതത്തിൽ ഇന്നലെ നാളെ ഈ കേൾക്കുന്ന വചനത്തോടുള്ള നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ പരിശുദ്ധാത്മാവ് ഇത്രയും വളരെ ശക്തമായിട്ടും നമ്മളോടും സഭയോടും കുടുംബങ്ങളോടുമായിട്ട് നമ്മളോട് വചനം സംസാരിക്കുമ്പം എന്തുകൊണ്ടാണ് നമ്മളവിടെ ഒന്നും പ്രതികരിക്കാതെ ഒരു തണുത്ത അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അല്ലേ? വളരെ ചുരുക്കമായിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രം നമ്മൾ അറിയാവുന്നവരാണ്. സമയം നമ്മുടെ പക്കലുണ്ട്. എല്ലാം ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നമുക്ക് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ ദുഃഖത്തോടു കൂടി തന്നെ അന്നും ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷവും എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു വിഷമം ആ കാര്യത്തോടുള്ള ബന്ധമുണ്ട്. അപ്പം ഞാൻ അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വചനം എന്ന് പറയുന്നത് തെസ്സലോനിക്കയിലെ 1 തെസ്സലോനിക്കർ 5 വാക്യങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എബ്രായറിൽ ഒരു വാക്യം അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമായിരുന്നു. അതിൻ്റെ 2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് 2:1 അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷീകരിക്കുകയും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഈ വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും? അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പശ്ചാത്തലം വേറെ തരത്തിലാണെങ്കിലും പക്ഷേ അത് തന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഈ കേട്ട വചനങ്ങൾ നമ്മൾ
ശരിക്കും ഇത് നമ്മളിൽ നിന്ന് ഒഴുകി പോവുകയാണോ അതോ അതാണ് നമ്മളിങ്ങനെ പറയത്തില്ലേ, ഈ ചെവി കൂടെ കേട്ടു അടുത്ത ചെവി കൂടെ പോകുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ ഈ കേൾക്കുന്ന വചനമെല്ലാം നമ്മളിൽ നിന്ന് ഒഴുകി പോവുകയാണോ അതോ എല്ലാം ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതിനുശേഷം നമുക്ക് 5:1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായ 1 തെസ്സലോനിയ 5:1 മുതൽ മതി. അപ്പം ഇത് വളരെ ഞാൻ വായിച്ചിട്ട് എന്നെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയായിരുന്നു. കാരണം നമ്മൾ എത്രമാത്രം ആ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നോക്കുമ്പം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കർത്താവ് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാലവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അതായത് 1, 2, 3 വാക്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെ ഇരിക്കുന്ന അതിൻ്റെ 4 എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതിനുശേഷം താഴെ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനുള്ളവരല്ല എന്നുള്ള ഒരു കാര്യം. അപ്പം 1 തെസ്സലോനിക്കർ 5 അതായത് എഫേസ്യർ 5:6 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. അപ്പം ഞാനിത് ചിന്തിച്ച് അങ്ങനെ ഇത് ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമായിരുന്നു. കാരണം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ആ ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ ആ അനുഭവമുള്ളവരായിരുന്നു. പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്കാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ മക്കളല്ല, ശരിക്കും വെളിച്ചത്തിൻ്റെ മക്കളുള്ള ആ വെളിച്ചത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു കാര്യം അത് തന്നെ എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരു സമയത്ത് നമ്മൾ ഇരുട്ടിലുള്ളവരായിരുന്നു. അവിടുന്നാണ് കർത്താവ് നമ്മളെ വിളിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ആക്കി വെക്കുകയും ദൈവസഭയുടെ ഭാഗമാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നത് കർത്താവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കേൾക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഇരുട്ടിലായിരുന്നു, ഇപ്പം കർത്താവ് നമുക്ക് വെളിച്ചം തന്നിരിക്കുന്നു. അപ്പോൾ ഈ വെളിച്ചത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ആ വെളിച്ചത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവിൻ്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ ആ ഇരുട്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇരുട്ടായിട്ട് നമ്മുടെ ജീവിതത്തിന് ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാനും അവിടെ ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടാകാനും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ വചനത്തിലൂടെ നമ്മളോട് ഓരോ ദിവസവും പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച ആണെങ്കിലും നമ്മുടെ സിനുവേർ പിന്നെ 102 സങ്കീർത്തൻ്റെ അരിഷ്ടൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് സഹോദരൻ സംസാരിക്കുകയുണ്ടായി. ആ ഒരു പ്രാർത്ഥന നമ്മൾ എത്രമാത്രം എല്ലാവരും അതിൻ്റെ ശരിക്കും ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അത്രമാത്രം ആ ഒരു പ്രാർത്ഥന, ആ ഒരു ഹൃദയം തുറന്നിട്ട് ഹൃദയം നിറങ്ങിയിട്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ യഹോവയുടെ മുമ്പാകെ അവൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടയാചന കഴിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനൊരു ആ ഹൃദയത്തിലുള്ളതെല്ലാം ശരിക്കും തുറന്നു പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് തൻ്റെ കുറവുകളും തൻ്റെ അവസ്ഥകളും കാര്യങ്ങളെല്ലാം പറയുന്ന ഒരവസ്ഥ നമ്മളത് കേട്ടു. ഇന്നും ദൈവത്തിൻ്റെ വചനം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളോട് ഓരോ വാക്കുകളും ഓരോന്നും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നുള്ളൊരു കാര്യം. നമ്മൾ പിന്നെ അതിനെല്ലാം കേട്ടതിന് ശേഷം നമ്മളത് വിട്ടുകളയുകയാണോ അതോ അതിനെ സ്വീകരിക്കുകയാണോ എന്നുള്ളൊരു കാര്യം. അതിൻ്റെ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാം, 5:6 വാക്യം കൂടെ. അതെ, അപ്പം അതിൻ്റെ താഴോട്ട് നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അതെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു ഓരോ വചനങ്ങളും അതുപോലെ തന്നെ ആ 1 തെസ്സലോനിക്കർ 5 പിന്നെ 7 മുതൽ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. മതി.
അപ്പം ഇതും നമ്മൾ എത്രമാത്രം ആ കാര്യത്തിനകത്ത് ജാഗരൂകരുള്ളവരായിരിക്കണം എന്നുള്ള ഒരു കാര്യം. കാരണം ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എത്രമാത്രം കെയർഫുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ കെയർഫുള്ളവരായിട്ടിരിക്കണം എന്നുള്ളൊരു, എത്രമാത്രം കെയറായിട്ട് നമ്മൾ ഇരിക്കണം എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും. കാരണം നമുക്കറിയാം ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യരിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ആ 13 ഓരോ വാക്യങ്ങളും സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, സഹിക്കുന്നു, ക്ഷമിക്കുന്നു, അതിനെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതെ, അപ്പോൾ അതിൻ്റെ താഴെ ഇരിക്കുന്നു, ദൈവം കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ശരിയായുള്ള ഒരു പർപ്പസാണ് ആ താഴെ എഴുതിയിരിക്കുന്ന കാര്യം. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കേണ്ടതിനത്രേ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ ഒരു കാര്യത്തിനകത്ത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെന്നും നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് മരിച്ചതെന്നുള്ളത് ഒരു കാര്യം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് അതൊരു സത്യസന്ധമായിട്ട് നമ്മളത് എത്രമാത്രം അതിനെ ഉൾക്കൊള്ളൂ എന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളിപ്പം രക്ഷയുടെ ഭാഗത്തായി നമ്മൾ സഭയിലായിരിക്കുന്നു, കർത്താവിൻ്റെ പക്ഷത്താണ്, കർത്താവ് നമുക്ക് വേണ്ടിയെല്ലാം ചെയ്തു. അതെ, ആ ഒരു പേര് നമ്മുടെ ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശരിക്കും അത് എപ്പോഴും അത് അതായത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരു കാര്യം എത്രമാത്രം, അഥവാ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും, സഭയിലായിരിക്കും, നമ്മളെല്ലാം കഴിഞ്ഞു, ഇനിയും ഓക്കെ, എല്ലാം ഇതുകൊണ്ട് കഴിഞ്ഞു. ഇനിയും ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങളൊക്കെ, നമ്മുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കണം, നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം സുഖമായിട്ട് നടക്കണം, നമ്മുടെ ജോലി കാര്യങ്ങൾ നടക്കണം, നമ്മൾ താമസിക്കുന്നിടത്ത് വളരെ സുരക്ഷിത ബോധത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ മാത്രമായിട്ട് ഈ ലോകത്തിലെ ചിന്തകളിലേക്ക് നമ്മൾ മുഴുകി പോവുകയാണോ, അതോ നമ്മൾ ആ കർത്താവിൻ്റെ, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിട്ട് ഇതിനകത്ത് വളരെ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. ഞാനത് പേരിറങ്ങി ആരെയും പൊക്കി പറയുന്നതല്ല. ആൻ്റെ ബ്രദർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞ ചൊവ്വാഴ്ചത്തെ, പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച സഹോദരൻ സംസാരിച്ചപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് ആ സഹോദരൻ്റെ ഹൃദയത്തിനകത്തൂടെ കടന്നുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഫാമിലിയായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ ഒക്കെയും ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേട്ടതിന് ശേഷം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ ഒരു കുടുംബമായിട്ട് നമുക്കത് ഇരുന്ന് ചിന്തിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തോട് ഈ വചനമൊക്കെ ഇടപെടുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുക. ഞാനത് കേട്ടതിന് ശേഷം ഞാൻ വളരെ ദൈവത്തെ സ്തുതിച്ചു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ കേൾക്കുന്ന വചനമൊക്കെ അത് അങ്ങനെ തന്നെ ഒരു എന്താ പറയേണ്ട ആ ഒരു ക്രിയ, അല്ലെങ്കിൽ ഒരു ചെയിനായിട്ട് ഇങ്ങനെ അതിനുള്ളിൽ കിടന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം അത് എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ അത് വസിക്കുന്നുണ്ട് എന്നുള്ളത് ആ പരിശുദ്ധാത്മാവാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്നത്. നമ്മുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം കർത്താവിനോട് അടുത്ത് ജീവിക്കണം, ഈ വചനം എത്രമാത്രം അനുസരിക്കണം, അല്ലെങ്കിൽ ഈ വചനത്തോട് എത്രമാത്രം കീഴ്പ്പെട്ടിരിക്കണം, ഈ വചനമില്ലാതെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനമില്ലാതെ, കർത്താവില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ഒരു പൂർണ്ണ നിശ്ചയത്തിൽ നമ്മളായിരിക്കും. ഞാനിതാരെയും പേരെടുത്ത് പറഞ്ഞു വന്നിട്ട് പൊക്കി പറയൂ, അങ്ങനെയല്ല. ഞാൻ ആ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ, നമ്മളിവിടെ വന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഇത് ഒരാൾ അല്ലെങ്കിൽ 2 പേര്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യം ഇങ്ങനെ തന്നെ ആയി തീരണമെന്നാണ്. അത് നമ്മൾ കേൾക്കുമ്പം, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വചനം വായിച്ചിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇരുന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ, തീർച്ചയായിട്ടും ആ കർത്താവ് ഇവിടെ വരുമ്പോഴും നമ്മൾ ആ ഒരു പരിശുദ്ധാത്മാവിൽ തന്നെയാണ്, എങ്കിൽ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വചനം, നമ്മളോട് ഇടപെടുന്ന വചനം നമ്മുടെ ലൈഫായി തീരുക തന്നെ ചെയ്യും. കാരണം അതായിരിക്കാം നമ്മുടെ ആഴ്ചകളിൽ, അല്ലെങ്കിൽ ആ കടന്നു വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കടന്നു വരുമ്പോഴും പോകുമ്പോഴൊക്കെയും ആ ഒരു കാര്യം നമ്മളിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് സത്യത്തിൽ ശരിക്കും അതാണ് നമ്മളെ മുൻപോട്ട് നടത്തേണ്ടത്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും സഭയിലായിരിക്കേണ്ടത്. കാരണം ഈ വചനം എല്ലാവരിലും, ഒരാളിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിന് വേണ്ടി മാത്രമല്ല ഈ വചനം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ വചനം സംസാരിക്കുന്നത്. അപ്പോൾ ഈ വചനം കേട്ട് കഴിഞ്ഞിട്ട് എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം, അത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ച് നോക്കുക. എത്രമാത്രം ഈ വർക്ക് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. അതോ
അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ഇത് നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇവിടെ വന്നിട്ടൊന്നും പറയാൻ കഴിയാത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൈഡിൽ കൂടെ പോകുന്നു. ഇത് ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ വചനം തന്നെ ഇപ്പോൾ നമ്മൾ വായിച്ചു, നമ്മൾ ഇരുളിനുള്ളവരല്ല, നമ്മളൊരു സമയത്ത് ഇരുളിനുള്ളവരായിരുന്നു. അവിടുന്നാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വീണ്ടും ആ ഇരുട്ടിലിരിക്കാനല്ല കർത്താവ് ആയിരിക്കും, നമ്മളെല്ലാവരും വെളിച്ചത്തിലാണ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വെളിച്ചം നമുക്കുണ്ട്. ആ വെളിച്ചം നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും ആ ഒരു വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെ കർത്താവാണ് ആ വെളിച്ചം കാണിച്ചതെന്ന്. അപ്പം ആ വെളിച്ചത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ തേജസ്സിന്മേൽ തേജസ്, നമ്മൾ കേൾക്കാം, നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഈ വചനം ക്രിയ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഇല്ലാത്ത പക്ഷം പറ്റുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. നമുക്കിവിടെ വന്നിട്ട് ജസ്റ്റ് വന്നു ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മളെ ഒരു സമയം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നു, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒരു ദിവസം എടുക്കുന്നു, ഞായറാഴ്ച ഒരു ദിവസം എടുക്കുന്നു. എടുത്തതിന് ശേഷം ആ റൂമിലിരിക്കുന്നത് നല്ലത് ഇവിടെ വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആ സമയത്ത് ഒരു മനസ്സിന് സുഖം കിട്ടുന്നു. അതല്ല, നമുക്ക് കർത്താവുമായിട്ട് ശരിയായിട്ടൊരു ബന്ധത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നുണ്ടെന്നാണ്. കർത്താവുമായിട്ടൊരു ബന്ധം നമ്മളിവിടുന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിവിടുന്ന് വളരെ ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പരിവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് വെളിച്ചത്തിലേക്ക് കൂടുതൽ നമ്മുടെ കർത്താവിനോട് അടുത്തടുത്ത് വരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വളർച്ചയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും സഭയായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും ആയി തീരുമ്പോൾ അവിടെയാണ് കർത്താവിന് സന്തോഷവും. അപ്പോഴാണ് ഒരാളിൽ നിന്ന് മാത്രമല്ല നമ്മൾ വചനം കേൾക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലൂടെ വായിലൂടെയും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവം പ്രവർത്തിക്കുന്ന അവരുടെ ജീവിതത്തിനകത്തൂടെ മുമ്പോട്ട് ദൈവം നടത്തുന്ന ഓരോ വഴികളും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഇത് കേൾക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് കേട്ടിട്ട് അതിനെ ചെയ്യുന്നവരായിരിക്കാൻ നോക്കണം. അതിനെ പൂർണ്ണമായിട്ടും നമ്മളൊരു സമർപ്പണ ബോധത്തോടു കൂടി തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരണം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റെങ്ങും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരോട് നമ്മൾ സംസാരിക്കുന്നു. അത് നമുക്ക് കേൾക്കാനിടയായി തീർന്നു. നമുക്ക് അത് കുറിച്ച് വെക്കാനുള്ള സമയങ്ങളുണ്ട്, എല്ലാം നമുക്ക് തരുന്നു, അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് കേൾക്കും തോറും ഓക്കെ, നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പല ഏരിയയിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലിപരമായിട്ടാണെങ്കിലും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു സൈഡിൽ കൂടെ നമ്മൾ ഹൈ ലെവലിൽ പോന്നു. ഓക്കെ, അങ്ങനെ പോകുന്നത് കർത്താവ് നമ്മളോട് ചെയ്യുന്ന കരുണയും കർത്താവ് നമുക്കത് ചെയ്തു തരുന്നു. പക്ഷേ നമ്മുടെ ഹൃദയം അവിടേക്ക് അങ്ങ് ചാഞ്ഞുകൊണ്ട് അതിലേക്ക് ആയി പോയിട്ട് ആ ഒരു ലെവലിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇതൊരു സൈഡായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നു. പക്ഷേ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും നമ്മുടെ സകലതും ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്കും ഈ ലോകത്തിലുള്ള നേടുന്നതിനെക്കുറിച്ചും ഈ ലോകത്തിൽ പിന്നെ ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, ബിബിൻ്റെ പഠിത്തം, അവൻ്റെ മുമ്പോട്ടുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഇനി അവരെ അവിടെ എത്തിക്കാൻ പറ്റും, എത്രമാത്രം അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആ ഒരു ലെവലിൽ ചിന്തിച്ചാണോ പോകുന്നത്? അതോ അല്ല, നമ്മൾ കർത്താവിൻ്റെ സന്നിധി ഒക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ യഥാർത്ഥമായിട്ടും അതെല്ലാം വേണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്തു തരും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പിതാവാണ് നമുക്കുള്ളത്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഈ കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിലേക്കാളുപരി നമ്മുടെ സ്വർഗത്തിൽ ഇതെല്ലാം നമുക്ക് ഒരു നിക്ഷേപമായിട്ട് നമുക്ക് വെക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ താഴെ വീണ്ടും എഴുതിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ചെയ്തു പോരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ ചെയ്തു വരുന്ന പോലെ തന്നെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. അപ്പം അത്ര ഓപ്പണായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് ഈ തമ്മിൽ പ്രബോധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്തെങ്കിലും പറയണമെങ്കിൽ ഈ കാര്യം നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ ജോലിസ്ഥലത്തും നമ്മളായിരിക്കുന്നിടത്തൊക്കെയും അത് നടക്കണം. അത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ അത് നിരന്തരം
പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ വചനം സംസാരിക്കുമ്പം നമ്മൾ വളരെ പിന്നെ ഞാൻ ചിന്തിക്കുന്ന സുൽബറൊക്കെ സംസാരിക്കുമ്പം വളരെ ലളിതമായ രീതിയിലാണ് ഈ വചനം സംസാരിക്കുകയും വളരെ കട്ടിയായ ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. വളരെ ലളിതമായി സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സജീവ് ബ്രദറൊക്കെ സംസാരിക്കുമ്പം, അത് ഓരോ സഹോദരന്മാരും സംസാരിക്കുമ്പോഴും ഞാനിതാരെയും കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു എല്ലാവരുടെ മേലൊരു ബ്ലെയിം ചെയ്യുന്നതായിട്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം ഇത്രേ സഹസമായിട്ട് നമുക്ക് ഈ വചനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളതിനെ എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം, അതാണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം. കാരണം നമ്മൾ ഒഴിപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സഹോദരന്മാരെ. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഴയ നിന്ന് എത്രയോ മുമ്പിലാണ് നമ്മളിപ്പം ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അറിയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഹൈ ലെവലിൽ നമ്മൾ മുമ്പിലാണ്. പക്ഷേ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം നമ്മൾ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു സമർപ്പണാഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാം. അതെ, നമ്മൾ ഒന്നുകൂടെ ആ 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാനത്രേ നിയമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു കർത്താവിനോടുകൂടി, അതെ, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിന് വേണ്ടി തന്നെ ജീവിപ്പാൻ തക്കണം. നമ്മുടെ ഏതവസ്ഥയിലും എവിടെയെല്ലാം, കാരണം നമുക്ക് എല്ലാ സാഹചര്യങ്ങളും കർത്താവ് തരുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് കുറവുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. അത് കർത്താവ് നമ്മളോട് ക്ഷമിച്ചു തരികയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴേണ്ട ആവശ്യമുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ, എന്നോട് ഈ കേട്ട വചനങ്ങളൊക്കെ കർത്താവേ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം. ആ ഒരാത്മാവിൽ നമുക്കായിരിക്കാം. ആ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളെ വഴി നടത്തേണ്ടതിനും നമ്മളെല്ലാവർക്കും ആ സഭയിൽ നമ്മളെല്ലാവരും ഉത്സാഹമുള്ളവരായിട്ട് കാണുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ വചനം പറയുന്നവരും തമ്മിൽ ഉത്സാഹിപ്പിക്കുന്നവരും തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരും നമുക്ക് ഞാൻ പറയുന്നില്ല, ഇത് ഒരു വളവ് വരെ നമുക്ക് ദൈവം ഇതെല്ലാം നമ്മുടെ പിതാവ് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കിതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിത്തരുന്നത്. അപ്പം നമ്മളതിനെ എത്രമാത്രം വിലയേറിയതായിട്ട് നമ്മൾ എണ്ണുന്നുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്ന സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതുവാറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അതെ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണികൾക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർ തെറ്റുകഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. തീർച്ചയായിട്ടും ഇതൊന്നും നമ്മളെ പിടിക്കാൻ നമ്മൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഈ ലോകത്തിൻ്റെ പോക്കും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. അപ്പം മനസ്സിലാക്കുമ്പോൾ സ്വയം നമ്മളെ തന്നെ കർത്താവിലേക്ക് സമർപ്പിക്കുക, നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് അതിനുള്ള സമയമുണ്ട്. നമുക്കിവിടെ വന്നിട്ട് ആർക്കാണ് നമുക്ക് 100% സംസാരിപ്പാനും അല്ലെങ്കിൽ അത്രയും വചനം അറിയാവുന്നവർ ആരും ഉണ്ടാകത്തില്ല. പക്ഷേ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ടച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് പ്രതികരിക്കുന്നവരായിരിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.